ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. തിരുവചനം കേൾക്കാനായി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണല്ലോ. അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്തല്ലോ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാണെന്ന്. അങ്ങയുടെ വചനത്തിൻ്റെ ഭാഗ്യത്താൽ ഈ മണിക്കൂറിൽ ഈ വചനം കേൾക്കുന്ന ഞങ്ങളെ എല്ലാവരെയും നിറച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എളിയ പ്രാർത്ഥന പരിശുദ്ധാത്മാവ് വഴി കേട്ടരുളണമേ. ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 3 വചനം നമുക്ക് കേൾക്കാം. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുക. ഒരു കഴുതയെ നോക്കി കർത്താവ് പറഞ്ഞ വചനഭാഗമാണിത്. ആരെങ്കിലും ചോദിച്ചാൽ ഇതിനെക്കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് എന്ന് പറയുക. മനുഷ്യരുടെ ദൃഷ്ടിയിൽ ഏറ്റവും നിസ്സാരമായ ഈ ജീവിയെക്കൊണ്ട് തനിക്ക് ആവശ്യമുണ്ടെന്ന് പറയുകയും അതിൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യുകയും ചെയ്തവനാണ് നമ്മുടെ കർത്താവ്. ഏറ്റവും നിസ്സാരൻ കർത്താവിൻ്റെ കരങ്ങളിൽ എത്തപ്പെടുമ്പോൾ അവൻ വിലയുള്ളവനായി മാറുന്നു, നിലയുള്ളവനായി മാറുന്നു. വചനം പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ട കല്ല് മൂലക്കല്ലായി തീരുന്നത് പോലെ വിലയില്ലാത്തവർ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, കർത്താവിനെയും കൊണ്ട് അവർ യാത്രയായി കഴിയുമ്പോൾ അത് വിലയുള്ളതായി മാറുന്നു. ഞാൻ ഓർക്കുക, ബാല്യകാലത്ത് പോളിയോ ബാധിച്ച് കാല് ശക്തി കുറഞ്ഞു പോയ ഒരു സഹോദരിയെ വ്യക്തിപരമായി എനിക്കറിയാം. ഒരുപാട് നാൾ വീട്ടിലെ പണികളൊക്കെ എടുത്ത് ഇളയത്തങ്ങളെയൊക്കെ നോക്കി അപ്പനെയും അമ്മനെയൊക്കെ നോക്കി വീട്ടിൽ ഒരുപാട് വർഷം ആ മോള് നിന്നു. അങ്ങനെ ഇരിക്കെ ഒരു വിവാഹാലോചന വന്നു. അദ്ദേഹത്തിൻ്റെ 2ാമത്തെ വിവാഹമാണ് ഇത്. അദ്ദേഹം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു, എല്ലാം അറിഞ്ഞ് ഇതിനെ സ്വീകരിച്ചു. അവരുടെ വീട്ടിൽ ജീവിതം ആരംഭിച്ചു. പക്ഷെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അപ്പനും അമ്മയ്ക്കുമൊക്കെ ജീവിതം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, വഴക്കുകൾ ഒക്കെ ഉണ്ടാകാൻ തുടങ്ങി. പക്ഷേ ഈ മോളെ ഒന്നും കാണിക്കാതെ ഇങ്ങനെ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു വരവേ ഈ സഹോദരിയുടെ അമ്മായിപ്പന്, ഭർത്താവിൻ്റെ അപ്പന് പെട്ടെന്ന് പനി പിടിച്ചു. അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മഞ്ഞപ്പിത്തമാണ്, അത് വളരെ കൂടിയിരിക്കുന്നു, ആളെ കിട്ടുമോയെന്ന് പോലും സംശയമാണ്. അങ്ങനെ 2 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് ഒക്കെ ആയിട്ട് കഴിയുകയാണ്. ഈ സഹോദരി ഈ പിതാവിൻ്റെ കൂടെ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ പിതാവിനെ നോക്കി ശുശ്രൂഷിച്ച് വേണ്ടത് അതാത് സമയങ്ങളിൽ ചെയ്തു കൊടുത്തു. വളരെ കരുതലോടെ, ശ്രദ്ധയോടെ, സ്നേഹത്തോടെ. അപ്പോൾ ഈ ശുശ്രൂഷയെല്ലാം സ്വീകരിച്ച പിതാവ് സ്വന്തം മകനെ വിളിച്ചിട്ട് പറയുക, നിനക്ക് കിട്ടിയത് സ്വർണ്ണക്കട്ടയാടാ, നിനക്ക് ദൈവം തന്നത് സ്വർണ്ണക്കട്ടയാ. എന്ന് വെച്ചാൽ അത്രയും അടുത്ത് കഴിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൻ്റെ പരിശുദ്ധിയെ ഈ പിതാവിന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ഉപേക്ഷിക്കപ്പെട്ട് കിടന്ന ഈ മോള് ആ വീടിൻ്റെ പ്രഥമ സ്ഥാനത്തേക്ക് കടന്നു വരാൻ ദൈവം അനുവദിച്ച വഴിയായിരുന്നു ഇതെല്ലാം. എന്നെ പലപ്പോഴൊക്കെ വിളിക്കും, പ്രാർത്ഥനാ സഹായം ചോദിക്കും. ഇന്നും നല്ല രീതിയിൽ ജീവിച്ചു വരികയാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെയൊക്കെ നോക്കി പലരും പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഒന്നിനും കൊള്ളിയല്ല, നിന്നെക്കൊണ്ട് കഴിവില്ല, നീ ഈ വീട്ടിൽ വേണ്ട, നിൻ്റെ ആവശ്യം ഈ വീട്ടിലില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പറഞ്ഞു, സിസ്റ്ററെ
ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഭർത്താവ് പറയും, നീ എന്നതാ വീട്ടിലോട്ട് കൊണ്ടുവന്നത്? നിനക്കെന്നാ സ്ത്രീധനം തന്നത്? നിന്നെ എന്തിനു കൊള്ളാം? എന്ത് കഴിവാണ് നിനക്കുള്ളത്? നീ പൊയ്ക്കോ, വീട് കാലിയാക്കി തന്നാൽ മതി. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഈ വർത്തമാനം കേട്ട് ഈ സഹോദരി പറയാ, മനസ്സ് മടുത്തു സിസ്റ്ററെ, എന്നെ ആർക്കും വേണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, മക്കളോ? മക്കൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, അവരെന്നോട് അങ്ങനത്തെ വാക്കുകളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇദ്ദേഹം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പറയും, നിന്നെ കൊള്ളിയല്ല, നിനക്ക് കഴിവില്ല, നിനക്ക് സൗന്ദര്യമില്ല, നിനക്ക് ബുദ്ധിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. കുടുംബത്ത് സ്നേഹകേന്ദ്രീകൃതമായ വാക്കുകൾ ജനിക്കേണ്ടിടത്ത് ഇങ്ങനത്തെയൊക്കെയുള്ള വാക്കുകൾ കടന്നു വരുമ്പോൾ നമ്മൾക്കൊരു തോന്നലുണ്ട്, എന്നെ ഒന്നിനും കൊള്ളിയല്ല, കഴിവില്ല, പ്രാപ്തിയില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളും തോന്നലുകളും. ഇങ്ങനെയുള്ള കഴുത ജന്മങ്ങൾ നമുക്ക് ചുറ്റും കൂടുതലാണോ എന്ന് തോന്നിപ്പോവുകയാണ് ഈ ഒരു കാലയളവിൽ. എത്രയോ മാതാപിതാക്കൾ പറയുന്നു അവരുടെ സങ്കടങ്ങൾ. മക്കൾക്ക് വേണ്ടി ജീവിച്ച് ആരോഗ്യവും ജീവനും ജീവിതവും മുഴുവനും കൊടുത്ത് അവസാന നാളായപ്പോഴേക്കും മക്കൾക്ക് ഞങ്ങളെ വേണ്ടാതായി സിസ്റ്ററെ, മക്കൾക്ക് ഞങ്ങളൊരു ഭാരമായി മാറി. ആർക്കും വേണ്ടാത്ത ജീവിതങ്ങൾ. അല്ലെങ്കിൽ രോഗം വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി ശുശ്രൂഷിച്ചു, മരുന്ന് വാങ്ങി, അവസാനം സ്ഥലം വിറ്റു, പുര വിറ്റു, അങ്ങനെ വിറ്റ് ഒന്നുമില്ലാതായ അവസ്ഥയിൽ ഇതിനെയും കൊണ്ട് മടുത്തു, നിന്നെ വേണ്ട എന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ എന്തൊരു ഭാരമാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്റേ, വീട് സ്ഥലം എല്ലാം പോയി, ഇപ്പോൾ ഒരു ടാർപ്പ വലിച്ചു കെട്ടി അതിനടിയിലാണ് ഞാനും മക്കളുമൊക്കെ കഴിയുക എന്നുള്ള കാര്യം. ആർക്കും വേണ്ടാത്തവരുടെ അല്ലെങ്കിൽ ഇല്ലാത്തവരുടെ എണ്ണങ്ങൾ കൂടിക്കൂടി വരുന്ന ഒരു കാലയളവാണ് നമുക്ക് ചുറ്റും കാണാനും കേൾക്കാനും ഒക്കെ ആയിട്ട് ഉള്ളത്. ഇവരെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങളെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എനിക്ക് ബഹുമാന്യനും പ്രിയപ്പെട്ടവനും വേണ്ടപ്പെട്ടവനുമാണ്, എനിക്ക് നിന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ആ കഴുതക്കുട്ടിയെ നോക്കി കർത്താവ് പറഞ്ഞതുപോലെ, എനിക്ക് നിന്നെയും കൊണ്ട് ആവശ്യമുണ്ട്, നിൻ്റെ ഈ ജീവിതം കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയോട് എനിക്ക് നിന്നെ വേണ്ട എന്ന ഒരു ചിന്തയാണെങ്കിൽ, നിന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, സ്നേഹിക്കുന്നില്ലെങ്കിൽ, ഒരു കാര്യം ചെയ്യ്, ഈശോയെ സംവഹിച്ചുകൊണ്ട് നീ ആ വീട്ടിലൊന്ന് പ്രവർത്തിക്കാനായിട്ട് ആരംഭിച്ചേ. യേശുവിനോട് കൂടെയുള്ള പ്രവർത്തന ശൈലികളൊന്ന് കാഴ്ചവെച്ചേ. ഈ വേണ്ടാത്തവർക്കൊക്കെ നിങ്ങൾ വേണ്ടപ്പെട്ടവരായി മാറും. വിലയില്ലാത്തവർക്കൊക്കെ നിങ്ങൾ വിലയുള്ളവരായി മാറും. ഈ വിലയില്ലാത്തവർ കർത്താവിൻ്റെ കയ്യിൽ ചെന്നുപെട്ടാൽ വിലയുള്ളവരായി മാറുന്നത് പോലെ തന്നെ നീ നിൻ്റെ വീട്ടിൽ വിലയുള്ള ആളായി മാറും, നിലയുള്ള ആളായി മാറും, ബഹുമാന്യനായ ആളായി മാറും. കർത്താവിനെയും കൊണ്ട് യാത്ര ചെയ്യുക, കർത്താവിൻ്റെ സാന്നിധ്യം. ഞാൻ ഓർക്കുകയാണ്, എറണാകുളം ആ ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഒരുപാട് നിത്യാരാധന പള്ളികളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു നിത്യാരാധന ചാപ്പലിൽ ദിവസത്തിൻ്റെ 5 മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ഒരു സഹോദരിയെ എനിക്കറിയാം. ആ സഹോദരി വീട്ടിൻ്റെ പണികളൊക്കെ ചെയ്തു തീർത്ത് ഭർത്താവ് ജോലിക്ക് പോയി, മക്കളെ സ്കൂളിൽ വിട്ട് ബാക്കിയുള്ള 5 മണിക്കൂർ സമയം ദിവ്യകാരുണ്യ സന്നിധിയിൽ വന്ന് ചെലവഴിക്കും. ചെറിയ ഒരു രോഗാവസ്ഥയും കൂടെ ഈ സഹോദരിക്കുണ്ട്. ഈ ദീർഘസമയം ഈ ദിവ്യകാരുണ്യ സന്നിധിയിൽ ചെലവഴിക്കുന്നത് പള്ളിയിൽ കയറി ഇറങ്ങിപ്പോകുന്ന ഒത്തിരി മനുഷ്യർ കാണാറുണ്ട്. ഈ സഹോദരി പങ്കുവച്ച കാര്യമാണ്. ഈ സഹോദരി പള്ളിയിൽ ഇരിക്കുന്നവരുടെ ആ സമയം കൊണ്ട് തന്നെ 5 മിനിറ്റ് പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട്, 10 മിനിറ്റ് വരുന്നവരുണ്ട്, 20 മിനിറ്റ് വരുന്നവരുണ്ട്, 1 മണിക്കൂർ വരുന്നവരുണ്ട്, 2 മണിക്കൂർ ഇരിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ കാണാറുണ്ട്. പക്ഷെ ഒരു ദിവസം ഒരു സഹോദരൻ ചെന്നിട്ട് ഈ സഹോദരിയുടെ ചെവിയിൽ പറഞ്ഞു അത്രേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഞാനൊരു ഇൻ്റർവ്യൂവിന് പോകുവാണ്, നാളുകളായി ഞാൻ ഇൻ്റർവ്യൂ ഫേസ് ചെയ്യുന്നു, പക്ഷേ എനിക്കൊരു ജോലി കിട്ടുന്നില്ല, സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സഹോദരി ദിവ്യകാരുണ്യത്തിന് മുൻപിലിരിക്കുക. ഉടനെ തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം, ദൈവം ആശിക്കുന്നെങ്കിൽ എൻ്റെ മകന് ഈ ജോലി ദൈവം തരും. അങ്ങനെ ഒരു വാക്ക് കൊടുത്ത് ഇദ്ദേഹത്തെ പറഞ്ഞയച്ചു. അദ്ദേഹം ആ പ്രാർത്ഥന കഴിഞ്ഞ് നേരെ പോയത് എറണാകുളത്തേക്ക് വലിയൊരു കമ്പനിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹം ഇൻ്റർവ്യൂ ഫേസ് ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഫോൺ കോൾ വന്നു, അദ്ദേഹം സെലക്ട് ചെയ്തു എന്നുള്ള കാര്യം. അദ്ദേഹം പതിവ് പോലെ ഈ മധ്യസ്ഥ പ്രാർത്ഥന ചാപ്പലിൽ ചെന്നപ്പോൾ ഈ സഹോദരി ദിവ്യകാരുണ്യത്തിൻ്റെ അടുത്തിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ചേച്ചിയുടെ ചെവിയിൽ ചെന്നിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ജോലി കിട്ടി, പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദി.
സന്തോഷമായി. ഈ സഹോദരി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്ററെ, ഈ സഹോദരൻ എന്നോട് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് പിന്നീടുള്ള ദിവസങ്ങളിൽ ആ പള്ളിയിൽ വരുന്ന മനുഷ്യരൊക്കെ, എല്ലാവരുമല്ല, കുറച്ച് പേരെങ്കിലുമൊക്കെ എന്നോട് വന്ന് പ്രാർത്ഥനാ സഹായം ചോദിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എൻ്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ മാറ്റിവെച്ച് ഈ പറയുന്നവരുടെ പ്രാർത്ഥനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ഇന്ന് പ്രാർത്ഥന ഒരു വരമായി എന്നിൽ നിറഞ്ഞിരിക്കുകയാണ്. പ്രാർത്ഥന ഒരു അഭിഷേകമായി എനിക്ക് മാറിയിരിക്കുകയാണ്. ആർക്കും വേണ്ടാതെ ഈ പള്ളിയുടെ മൂലയ്ക്ക് പോയിരുന്ന ഈ സഹോദരി ഇന്ന് ആ പള്ളിയിൽ വരുന്ന എല്ലാവർക്കും വേണ്ടപ്പെട്ടവളായി മാറിക്കഴിഞ്ഞു. കർത്താവിനോടുകൂടെ കർത്താവിനെയും കൊണ്ട് നമ്മളൊരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ, വീട്ടുജോലി ആയിക്കൊള്ളട്ടെ, അടുക്കള അടിച്ചു വാരുന്ന ജോലി ആയിക്കൊള്ളട്ടെ, കഞ്ഞിയും കറിയും വെക്കുന്ന ഒരു ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, അവിടെയൊക്കെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിനോട് കൂടെയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവർ നമ്മളെ വേണ്ട എന്ന് പറഞ്ഞാലും കൊള്ളിയല്ല എന്ന് പറഞ്ഞാലും കർത്താവ് ഒരിക്കൽ പോലും നമ്മളെ നോക്കി നീ കൊള്ളിയില്ലാത്തവനാണ്, കഴിവില്ലാത്തവനാണ് എന്ന് കർത്താവ് നമ്മളോട് പറയല. തിരുവചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തിരുവചന ഭാഗത്തിൽ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളൊരു വിരുന്ന് വെക്കുകയാണെങ്കിൽ, ഒരു സദ്യ ഒരുക്കുകയാണെങ്കിൽ ആരെയൊക്കെയാണ് ആ സദ്യയിലേക്ക് വിളിക്കേണ്ടത്? അവരുടെ ലിസ്റ്റ് വചനത്തിൽ കൊടുത്തിട്ടുണ്ട്. അന്ധര്, ബധിരര്, പിന്നെ അനാഥര്, വിധവകൾ, അങ്ങനെ ആയിട്ടുള്ളവരെ ഒക്കെ നിങ്ങൾ വിരുന്നശാലയിലേക്ക് വിളിക്കണം. കാരണം അവർക്ക് നിങ്ങൾക്കൊരു വിരുന്നൊരുക്കാൻ പറ്റിയല്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ വിരുന്നശാലയിൽ സ്ഥാനം ഉണ്ടായിരിക്കണം എന്ന് വെച്ച് സമ്പന്നരെയും അല്ലെങ്കിൽ പണക്കാരെയൊക്കെ വിളിക്കേണ്ടെന്നോ പന്തൽ കയറ്റണ്ടെന്നോ എന്ന് അർത്ഥമില്ല. പക്ഷെ കർത്താവ് പറയാണ്, ഇങ്ങനെ വേണ്ടപ്പെട്ടാത്തവരാണ് എന്ന ലേബലിൽ കഴിയുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ കൂടെ ഉള്ളതാണ് നിങ്ങളുടെ വിരുന്നശാല എന്നുള്ള കാര്യം. കർത്താവിൻ്റെ നീതിയും കർത്താവിൻ്റെ പ്രവൃത്തിയുമൊക്കെ അങ്ങനെയാണ് തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്. അതല്ലേ വചനത്തിൽ നമ്മൾ വായിച്ചെത്തുമ്പോൾ, എളിയവരെ അവൻ ഉയർത്തുന്നു, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയക്കുന്നു, അല്ലേ, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവൻ സമ്പന്നരാക്കുന്നു. അത് കർത്താവിൻ്റെ ഒരു നീതിയാണ്. അപ്പോൾ മറ്റൊരു സഹോദരനോ സഹോദരിയോ നമ്മളോട് നമ്മളെ വേണ്ടാത്തവരാന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ വാക്ക്, എന്നെ നോക്കി നിങ്ങളെ നോക്കി പറയുന്ന ആ വാക്ക്, ആ വചനം ഒരിക്കലും മറക്കരുത്. എനിക്ക് ഇതിനെയും കൊണ്ട് ആവശ്യമുണ്ട്. എനിക്ക് ഈ ബുദ്ധിയില്ലാത്ത ഈ മോളെ കൊണ്ട്, കഴിവില്ലാത്ത ഈ മോളെയും കൊണ്ട്, ആരോഗ്യമില്ലാത്ത ഈ കുഞ്ഞിനെയും കൊണ്ട്, രോഗിയായിരിക്കുന്ന വൃദ്ധനായ ഈ അപ്പച്ചനെയും കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് എന്ന് കർത്താവ് പറയുന്ന ആ ഒരു തിരുവചന ഭാഗം നമ്മുടെ ഉള്ളിൽ കിടക്കണം. പഴയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ വിക്കനായ മോശയെ കൊണ്ട് ഈജിപ്തിലെ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർഡറാക്കുന്ന കർത്താവിനെ നമ്മൾ കാണുന്നുണ്ട്. വിക്കനായിരുന്നു, പക്ഷേ ആ വിക്കനെയാണ് കർത്താവ് എടുത്ത് ഉപയോഗിച്ചത്. കർത്താവിന് വലിയ ആ പ്രവൃത്തി എത്രയോ വലുതാണ് എന്ന് നമ്മൾ കാണുകയാണ്. അതുപോലെ തന്നെ സാവൂളിനെ വെറും കൈയോടെ പറഞ്ഞയച്ചിട്ട് ആട്ടിടയനായ ദാവീദിനെ എടുത്ത് ഇസ്രായേലിലെ രാജാവായി വാഴിച്ചു. എന്തോ ഒരു വലിയ കാര്യമാണ്. കൊള്ളരുതാതെ വീട്ടിലെ ബാക്കി പിള്ളേരെ എല്ലാം നോക്കി സെലക്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഈ കൊള്ളരുതാത്തവൻ ആടുമേയ്ക്കാൻ പോയേക്കുമായിരുന്നു. അവനെ കർത്താവ് വിളിച്ചു വരുത്തിയിട്ട് ഇസ്രായേലിലെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യേശു ജനസമൂഹ മധ്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ധനായ ബർത്തിമീസ് അവിടെ ഇരുന്ന് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക. ജനക്കൂട്ടം പറഞ്ഞു, മിണ്ടാതിരിക്കട, നീ ഇവിടെ കിടന്ന് ഒച്ചയിട്ടിട്ട് എന്താ കാര്യം, മിണ്ടാതിരിക്കുക, നസറായനായ യേശു ഇതിലെ കടന്നു പോകുന്നത്. അവനൊന്നും ഭാവിച്ചില്ല. അവൻ ഒച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചു. ജനക്കൂട്ടം മിണ്ടാതിരിക്കാൻ പറഞ്ഞത് അനുസരിക്കാതെ നിലവിളിച്ച ഈ ബർത്തിമീസിനെ കർത്താവ് വിളിച്ചിട്ട് കാഴ്ചശക്തി കൊടുത്ത് അവനെ പറഞ്ഞയച്ച് വിടുകയാണ്. ഇതാണ് കർത്താവിൻ്റെ പ്രവൃത്തി. തീരുന്നില്ല. സക്കേവൂസിൻ്റെ വീട്ടിലോട്ട് കടന്നില്ല. സക്കേവൂസിൻ്റെ വീട്ടിലോട്ട് കടന്നു ചെല്ലുമ്പോൾ സക്കേവൂസ് അന്ന് വരെ ആർക്കും വേണ്ടപ്പെട്ടവനായിരുന്നില്ല. ചുങ്കമൊക്കെ പിരിച്ച് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ കണ്ണീരൊക്കെ മേടിച്ച് ഒക്കെ കഴിഞ്ഞ് വരവിയായിരുന്നു സക്കേവൂസ്. കർത്താവ് ആ വീട്ടിലോട്ട് കടന്നു ചെന്നിട്ട് ആദ്യം സക്കേവൂസിൻ്റെ വീടിൻ്റെ അഡ്രസ്സ് അങ്ങോട്ട് മാറ്റിക്കൊടുത്തു. രക്ഷയുടെ ഭവനം എന്ന ലേബല് അങ്ങിട്ട് കൊടുത്തു, അഡ്രസ്സ് മാറ്റിക്കൊടുത്തു. നിൻ്റെ ഭവനം ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷയുടെ ഭവനം സക്കേവൂസിനെ എടുത്ത് അവിടെ ഉയർത്തി.
കർത്താവ് അനുഗ്രഹിച്ചു. വേണ്ടപ്പെടാത്തവനായിരുന്നു കേട്ടോ, കൊള്ളിരാത്തവനായിരുന്നു ജനസമൂഹത്തിൽ. വേണ്ടപ്പെട്ടവനാക്കി അവനെ കർത്താവ് മാറ്റി. വീണ്ടും നമ്മൾ വചനത്തിൽ കാണുന്നുണ്ടല്ലോ പാപിനിയായ ഒരു സ്ത്രീയെ. ഇവളെയും കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് അവരെത്തി. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് നിയമം. ഗുരു, നീ എന്തു പറയുന്നു? ഗുരു നമ്മൾ കാണുകയാണ്, അവളുടെ പാപം അങ്ങ് നിലത്ത് എഴുതിയിട്ട് അതങ്ങ് മായ്ച്ചു കളഞ്ഞു. അതാണ് ദൈവത്തിൻ്റെ കാരുണ്യം. കൊല്ലാൻ കൊണ്ടുവന്നവളാ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് പാപങ്ങൾ മോചിച്ച് അനുഗ്രഹിച്ച് അവളെ തൻ്റെ ഹൃദയത്തിൻ്റെ സ്വന്തമായി കാത്തു സൂക്ഷിച്ചു. ആർക്കും വേണ്ടാത്തവരെ കർത്താവിന് വേണം, കർത്താവിന് വേണം. ഒരു പക്ഷേ നീ രോഗക്കിടക്കയിൽ നാളുകളായി കിടക്കുമ്പോൾ ഒരു ചിന്തയുണ്ടാവും, എൻ്റെ വീട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ശുശ്രൂഷിച്ച് മടുത്തു, എനിക്ക് വേണ്ടി അവർക്കുള്ളത് മുഴുവൻ ചെലവഴിച്ചു, ഞാൻ കാരണം ഈ വീട് നശിച്ചു, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്കൊന്നും ഇല്ലാതായി എന്നുള്ള വേദന നിൻ്റെ ഹൃദയത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. എത്ര അധ്വാനിച്ചിട്ടും വീട് പോറ്റാൻ സാധിക്കുന്നില്ല, എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ടും ഒരു വിജയത്തിലേക്ക്, ഒരു ജോലിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല, എത്ര നിഷ്കളങ്കമായി ജീവിച്ചിട്ടും ചതിക്കപ്പെടുന്നു, ചതിയിൽപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു വലിയ വിഷമമായിരിക്കാം നിൻ്റെ ഉള്ളിലുള്ളത്. കർത്താവ് പറയുന്നു, കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ വന്ന് പിറന്നു, നമുക്കറിയാം. അതുവരെ വേണ്ടാതിരുന്ന കാലിക്കൂട് ഇന്ന് വിലയുള്ളതായി മാറി. അവൻ്റെ സാന്നിധ്യം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് വിലയുള്ളതായി മാറി. അതുപോലെ തന്നെ മരക്കുരിശ് ശാപത്തിൻ്റെ അടയാളമായി കണ്ടിരുന്നതാണ്. അവൻ കുരിശിൽ മരിക്കപ്പെട്ടു. അതിനുശേഷം അത് രക്ഷയുടെ അടയാളമായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സാന്നിധ്യം എത്ര കണ്ട നമ്മുടെ ജീവിതങ്ങളെ ആശീർവദിക്കുന്നതും അനുഗ്രഹിക്കുന്നതും കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നതും. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ നോക്കി പറയുന്ന നിഷേധാത്മകമായ വാക്കുകൾക്കും നമ്മൾ വില കൊടുക്കേണ്ടതായിട്ടില്ല. അത് കേട്ടിട്ട് മനസ്സ് തളർന്ന് തകർത്തി അല്ലെങ്കിൽ ജീവിതം അവശേഷിപ്പിക്കാൻ പോലും ആവില്ലാത്ത രീതിയിൽ പരാജയത്തിലേക്കും ദുഃഖത്തിലേക്കും പോകുവാനായിട്ട് നമ്മളെ തന്നെ നമ്മൾ വിട്ടുകൊടുക്കരുത്. കർത്താവിന് നിന്നെയും കൊണ്ട് ആവശ്യമുണ്ട്. ഫാദർ ഡാമിൻ കുഷ്ഠരോഗികളുടെ മൊളക്കോ ദ്വീപിലേക്ക് കടന്നു ചെല്ലാൻ റെഡി ആയതുകൊണ്ട് ഇന്ന് അത് അനുഗ്രഹീത വഴികളായി മാറിയില്ലേ? മദർ തെരേസ കൽക്കട്ടയിലെ തെരുവീഥികളിൽ കൂടെ രോഗികളെ ശുശ്രൂഷ നടന്നപ്പോൾ അത് ധന്യമായി മാറിയില്ലേ? ആർക്കും വേണ്ടാത്ത ജന്മങ്ങൾ ഇന്നും നമ്മുടെ ചുറ്റോട് ചുറ്റും കാണുമ്പോൾ, അവരെ നോക്കുമ്പോൾ അല്ലെ അവരെ കാണുമ്പോൾ നമുക്ക് ഈ തിരുവചന ഭാഗം ഓർമ്മിക്കാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അപ്രകാരമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അത് വിശ്വസിക്കാനായിട്ട് സാധിക്കണം. അതിൽ നമ്മുടെ ജീവിതങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കണം. മദർ തെരേസയുടെ ഒരു പുസ്തകം കഴിഞ്ഞ ദിവസം വായിക്കാനായിട്ട് ഇടയായി. അപ്പോൾ അവിടെ ഒരു കാര്യം വായിച്ചെത്തിയത്, ഒരു ദിവസം മദർ തെരേസയുടെ അടുത്തേക്ക് ഒരു കൊച്ചു പയ്യൻ ഓടിച്ചെന്നിട്ട് കരഞ്ഞോട് പറഞ്ഞു, അമ്മേ, എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും എന്നെ ഇറക്കി വിട്ടു, അവർക്ക് എന്നെ വേണ്ട എന്നാണ് പറഞ്ഞത്, അമ്മയ്ക്ക് എന്നെ വേണോ? കരഞ്ഞ് ആ കുഞ്ഞ് മദർ തെരേസയോട് ചോദിക്കുക, അമ്മയ്ക്ക് എന്നെ വേണോ? മദർ തെരേസ ആ കുഞ്ഞിനെ വാരി പുണർന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വേണം. ഓർക്കുക, ആർക്കും നമ്മളെ വേണ്ടെങ്കിലും ദൈവത്തിന് നമ്മളെ വേണം. വർഷങ്ങളായി രോഗികളായി കട്ടിൽ കിടക്കുന്ന അനേകരെ എനിക്കറിയാം. അവരൊക്കെ ചിലപ്പോൾ ഫോണിൽ വിളിക്കാറുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. അവരോട് പറയുന്നൊരു കാര്യം, അവരുടെ ആ കട്ടിലിൽ വേദന സഹിച്ചുകൊണ്ടുള്ള ആ കിടപ്പിലൂടെ ദൈവം ആശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ ലോകത്തിന് നന്മയായിട്ട് കൊടുക്കുവാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് ആ ജീവിതങ്ങളെ അപ്രകാരം ദൈവം ആശീർവദിച്ച് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ അവർ വേണ്ടാത്തവരായിട്ടല്ല, അവർ നമ്മുടെ കുടുംബത്തിന് പ്രശ്നക്കാർ ആയതുകൊണ്ടല്ല, അവരുടെ ജീവിതങ്ങൾ തകർക്കപ്പെട്ടത് ആയതുകൊണ്ടല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. തിരുവചനത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം. യെശയ്യായുടെ പ്രവചന ഗ്രന്ഥം 26-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചന ഭാഗം ശ്രദ്ധേയമാണ് കേട്ടോ. അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു, എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു.
കർത്താവിൽ ആശ്രയിക്കുന്നവരെ, കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവരെ കർത്താവ് എപ്പോഴും കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ ജീവിതങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് നൽകിക്കൊണ്ടുമാണ് ഇരിക്കുന്നത്. ജെറമിയായുടെ പ്രവചന ഗ്രന്ഥത്തിൻ്റെ 31 അധ്യായത്തിൻ്റെ 9 തിരുവചനം: കണ്ണുനീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും, അവർക്ക് കാലിടറുകയില്ല. അവർ കണ്ണുനീരോടെയാണ് വരുന്നത്, അവർ സങ്കടത്തോടെയാണ് വരുന്നത്, ഒരുപാട് ദുഃഖങ്ങൾ മനസ്സിൽ ഏറിക്കൊണ്ടാണ് വരുന്നത്. പക്ഷേ ഞാൻ അവരെ സമാധാനത്തോടെ പറഞ്ഞയക്കും, ഞാൻ അവരെ ആശ്വസിപ്പിക്കും. കണ്ണുനീരോടെ സങ്കടത്തോടെ കർത്താവിനെ സമീപിക്കുന്ന എല്ലാ മക്കളെയും ഏറ്റവും കരുണയോടെ നോക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ഏറ്റവും വാത്സല്യത്തോടെ നോക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നല്ലൊരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കണം. കർത്താവേ, ഇതാ ഞാൻ, എന്നെ എടുത്ത് ഉപയോഗിക്കണമേ. ഇതാ ഞാൻ, വചനം പറയുന്നുണ്ടല്ലോ, നീതിമാന്മാരെ കർത്താവിൽ ആഹ്ലാദിക്കുവിൻ, കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുത്തെ വാഴ്ത്തുവിൻ. നമ്മളുടെ ഇല്ലായ്മയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോൾ, അവിടുത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷയോടുകൂടെ പൊങ്ങിവരും. കർത്താവ് അനുവദിച്ചതുകൊണ്ടാണ് ഇതെല്ലാം. കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് അനുവദിച്ച് തന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ കഴുതയെ നോക്കി കർത്താവ് പറഞ്ഞ തിരുവചന ഭാഗം, എനിക്ക് അതിനെയും കൊണ്ട് ആവശ്യമുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം കർത്താവിന് ആവശ്യമുള്ളതാണ്. പാഴ്ജന്മങ്ങളല്ല നമ്മുടെ ജീവിതങ്ങൾ. കർത്താവ് ആഗ്രഹിച്ച് ആശിച്ച് നമ്മളെ വളർത്തി ഈ ജീവിതം കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയതുപോലെ ജീവിക്കാൻ വേണ്ടതെല്ലാം അവിടുന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താം. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെ നോക്കി പറഞ്ഞിട്ടുള്ളതെല്ലാം നമ്മുടെ മനസ്സിന് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മനസ്സിനെ തളർത്തിയിട്ടുണ്ടെങ്കിൽ, ജീവിക്കാൻ ആവാത്തതുപോലെ ആഘാതം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കാം. കർത്താവിനെയും കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഇറങ്ങാം. രോഗിയാണോ, കർത്താവിൻ്റെ സാന്നിധ്യത്തോടുകൂടെ കട്ടിലായിരിക്കുക, കിടക്കുക. നീ ജോലിയിലാണോ, കർത്താവിനോട് കൂടെ ആ ജോലി ചെയ്യുക. മറ്റെന്തെങ്കിലും സുശേഷ വേലകളിൽ മുഴുകിയിരിക്കുകയാണോ, കർത്താവിനോട് കൂടെ ആ ജോലി ചെയ്യുക. അടുക്കളയിലാണോ, പഠിക്കുകയാണോ, ജോലി സ്ഥലത്താണോ, അവിടെയൊക്കെ കർത്താവിനോട് കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിലയുള്ളവരായി തീരും. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദിവസം മുഴുവനും കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്രകാരം നമ്മുടെ യാചനകളെ നമുക്ക് ചേർത്ത് വെക്കാം. കർത്താവേ, ഇതാ ഞാൻ, അവിടുത്തേക്ക് എന്നെ ആവശ്യമുണ്ടല്ലോ. എൻ്റെ ഈ ജീവിതം മുഴുവനും അങ്ങേക്കായി ഞാൻ തരുന്നു. അങ്ങയുടെ ഹൃദയത്തിലേക്ക് എന്നെ ഞാൻ ചേർത്ത് വയ്ക്കുന്നു. അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ, പരിപാലിക്കണമേ. ആമേൻ.